നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് PSC ബുള്ളറ്റിൻ ഏപ്രിൽ 2024 ഇഷ്യൂ 2 പാർട്ട് 2. മാനസികമായ അടിമത്തം ആരുടെ രചനയാണ്? തായാട്ട് ശങ്കരൻ. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത് ആര്? കുമാരനാശാൻ. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അപ്രകാശിത നോവൽ അൺടിൽ ഓഗസ്റ്റ്. ക്യാൻസർ രോഗത്തിൻ്റെ ചരിത്രവും അത് മനുഷ്യജീവിതത്തിൽ വരുത്തുന്ന ഭയാനകമായ പരിണാമങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഡോക്ടർ സിദ്ധാർത്ഥ മുഖർജിയുടെ പുസ്തകം ദി എംപയർ ഓഫ് മാലഡീസ്. വാമൊഴി ചരിത്രം എന്ന വൈജ്ഞാനിക ശാഖയിലെ ആദ്യ പേരുകാരിൽ ഒരാൾ. വാമൊഴി ചരിത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ഫെൻ വുമൺ, ദ ലൈല, ദ ഹെർഡോട്ടൻ, ദ ഹിഡൻ എന്നിവ പ്രധാന നോവലുകൾ. ഓക്സ്ഫഡിലെ ബ്രൂക്സ് സർവകലാശാലയിൽ പ്രൊഫസർ എമിററ്റ്സ്. കരീബിയൻ കുടിയേറ്റ ഗവേഷണ മേഖലയിൽ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ്. ആരാണ് നോവലിസ്റ്റും ചരിത്രകാരിയുമായ ഈ വനിത? മേരി ചേംബർലെൻ. ഹരിഹർ ക്ഷേത്രമേള എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ബീഹാറിലെ പ്രശസ്ത കന്നുകാലിമേള സോനേപൂർ മേള. സരസ്വതി സമ്മാൻ നേടിയ ആദ്യത്തെ മലയാളിയാണ് ബാലാമണിയമ്മ. ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്? നൈവേദ്യം. ഒരു നൂറ്റാണ്ട് മുമ്പാണ് ബർണാഡ് ഷാ അന്നത്തെ ആൺ-പെൺ ബന്ധത്തെപ്പറ്റി നാടകം രചിച്ചത്. സ്ത്രീ ലംബടനായ ചാർട്ടറിസ്, അയാളുടെ കാമുകി ജൂലിയ, അയാളുടെ പുതിയ പ്രണയിനി ഗ്രേസ് എന്നിവരൊക്കെ കഥാപാത്രമാകുന്ന ഈ നാടകം ഏതാണ്? ഹിലാൻഡറർ. ക്യാൻസർ രോഗികളുടെയും തലസീമിയ ബാധിച്ച കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ സംഗീതത്തിലൂടെ ചികിത്സയും ആശ്വാസവും പകരുന്നതിനായി 17 വർഷമായി ഗസാന എന്ന ഗസൽ ഫെസ്റ്റിവൽ നടത്തിയിരുന്ന ഈ വിശ്രുത ഗസൽ ഗായകൻ ഈയിടെ അന്തരിച്ചു. ആരാണ് ഈ ഗസൽ ഗായകൻ? പങ്കജ് ഉദ്ധാസ്. ഷാൻഹായ് അന്തർദേശീയ ചലച്ചിത്രമേളയിൽ മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്രം ബെയിൽ മരങ്ങൾ. ബർത്ത് ഓഫ് എ നേഷൻ എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? CW ഗ്രിഫിത്ത്. ആദ്യത്തെ ആനിമേറ്റഡ് കാർട്ടൂൺ സിനിമ ഏതാണ്? ഹ്യൂമറസ് ഫേസസ് ഓഫ് ഫണ്ണി ഫേസസ്. ദ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് ആരുടെ രചന? ഓർഹാൻ പാമുക്ക്. രാജസ്ഥാനിലെ താർ മരുഭൂമിയോട് ചേർന്നുള്ള വടക്ക് കിഴക്കൻ ജില്ലകളിലാണ് ഈ ചിത്രരചന രൂപം കൊണ്ടത്. ഭിത്തിയിൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളായിരുന്നു ആദ്യകാല രചനകൾ. 17-ാം നൂറ്റാണ്ടിൽ വ്യാപകമായി പ്രചാരം നേടിയ ഈ ചിത്രങ്ങളുടെ വികാസം പൂർത്തിയാകുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. ഏതാണ് ഈ ചിത്രകല? ശെഖാവതി. മലയാളത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ രചിച്ച ഒരേ ഒരു നാടകമാണ് ഗോപുര നടയിൽ. ആരാണ് എഴുത്തുകാരൻ? MD വാസുദേവൻ നായർ. അമേരിക്കൻ കവി സിൽവിയ പ്ലാത്ത് എഴുതിയ ഏക നോവൽ ദ ബെൽ ജാർ. മധ്യപ്രദേശിലെ പരമ്പരാഗത ചിത്രകലാരീതി വ്യാപകമായ പ്രചാരവും പ്രയോഗങ്ങളും നിലനിന്നിരുന്നത് ഗോളിയാറിലായിരുന്നു. ജാതിമത ചിന്തകളെ അകറ്റി നിർത്തിയിരുന്ന ഈ ചിത്രകലാശാല സമുദായ നിരപേക്ഷമായി നിയന്ത്രണങ്ങളില്ലാതെ വളർന്നുവന്നു. ഏതാണ് ചിത്രകലാശാല? ചിത്രാവൻ. ബെൽഷാസാർസ് ഫീറ്റ്സ് എന്ന പ്രശസ്ത ചിത്രം വരച്ച ഡച്ച് ചിത്രകാരനാര്? റെംബ്രാൻഡ്. പുസ്തകങ്ങൾ ചേർക്കുന്ന ISBNൻ്റെ പൂർണ്ണരൂപം എന്ത്? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പേഴ്സ്. അലക്സി പെഷ്കോവ് ലോകപ്രശസ്ത റഷ്യൻ സാഹിത്യകാരനാണ്. കുട്ടിക്കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളെ ഓർമ്മിക്കാൻ കൈപ്പുള്ളത് എന്നർത്ഥമുള്ള ഒരു തൂലികാനാമം സ്വീകരിച്ചു. ആ തൂലികാനാമം എന്താണ്? മാക്സിം ഗോർക്കി. പ്രശസ്ത ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് തൻ്റെ ക്ലാൻഡസ്റ്റൈൻ ഇൻ ചിലി എന്ന
രചന നടത്തിയത് ഒരു പ്രമുഖ സംവിധായകൻ്റെ ഒളിജീവിതത്തിലെ ചലച്ചിത്ര സംരംഭത്തെ പറ്റിയാണ്. സംവിധായകൻ ആര്? മിഷേൽ ലിറ്റിൽ, ചിലി. വിഭജനകാലത്തെ സാധാരണ മനുഷ്യരുടെ പലായനവും കഷ്ടപ്പാടുകളും രേഖപ്പെടുത്തിയ ഉർവശി ബൂട്ടാലിയറുടെ അപൂർവ രചന മൗനത്തിൻ്റെ മറുപുറം, ദ അതർ സൈഡ് ഓഫ് സൈലൻസ്. ജർമ്മനിയിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് താമസിച്ച ലോസ് ഏഞ്ചൽസിലെ സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷം എഴുത്തിനെ സാരമായി സ്വാധീനിച്ചു. അമേരിക്കയിലെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ജീവിതമാണ് രചനകൾക്ക് ആധാരം. FBI-യുടെ നോട്ടപ്പുള്ളിയായിരുന്ന ഇദ്ദേഹം 50ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആരാണ് എഴുത്തുകാരൻ? ചാൾസ് ബുക്കൗസ്കി. ആംഗ്ലിക്കൻ പാതിരിയാവാൻ പഠിച്ച ഇദ്ദേഹം ലോകത്തെ പ്രശസ്ത പ്രകൃതിശാസ്ത്രജ്ഞനായി മാറി. ബീഗിൾ എന്ന കപ്പൽ നടത്തിയ യാത്രയിൽ എഴുതിയ കുറിപ്പുകളുടെ പ്രസിദ്ധീകരണം ഇദ്ദേഹത്തെ ഒരു എഴുത്തുകാരനെന്ന രീതിയിൽ ജനസമ്മതനാക്കി. പ്രകൃതിയിലെ വൈവിധ്യത്തിൻ്റെ ഏറ്റവും സ്വീകാര്യമായ ശാസ്ത്രീയ വിശദീകരണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ രചനകൾ. ജീവിവർഗങ്ങളുടെ ഉൽപ്പത്തി, മനുഷ്യൻ്റെ ഉത്ഭവവും ലൈംഗിക നിർദ്ധാരണവും, മനുഷ്യനിലെയും മൃഗങ്ങളിലെയും വികാര പ്രകടനങ്ങൾ എന്നിവയാണ് പ്രധാന രചനകൾ. ആരാണ് അദ്ദേഹം? ചാൾസ് ഡാർവിൻ. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ഓൾ ദ ലൈവ്സ് വി നെവർ ലിവ്സ് എന്ന നോവൽ എഴുതിയതാര്? അനുരാധ റോയ്. നന്ദനാരുടെ യഥാർത്ഥ പേര് PC ഗോപാലൻ. നളചരിതം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്നിവയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ പ്രധാനമന്ത്രി. ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്ന് അറിയപ്പെടുന്നത് ഏത് വിഷയത്തിലെ നൊബേൽ സമ്മാനമാണ്? എക്കണോമിക്സ്. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം KM ബീനാമോൾ. ക്ലെമൻ ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ച തീയതി 1947 ഫെബ്രുവരി 20. ക്ലാസിക്കൽ ഭാഷാ പദവി നൽകപ്പെട്ട ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. ക്ലിയോപാട്ര ഏത് രാജ്യത്തെ മഹാറാണി ആയിരുന്നു? ഈജിപ്റ്റ്. 1936 സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവ് എഡ്വേർഡ് 8. 1979 ഏത് സമുദ്രത്തിൽ വച്ചാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കൈരളി എന്ന കപ്പൽ കാണാതായത്? ഇന്ത്യൻ മഹാസമുദ്രം. 1993 മുംബൈ കലാപം അന്വേഷിച്ചത് ശ്രീകൃഷ്ണ കമ്മീഷൻ. 2018 ലോക ഫുട്ബോളിൻ്റെ ആതിഥേയർ റഷ്യ. 2019 നിലപ്രകാരം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലുള്ള ഭാഷകളുടെ എണ്ണം 22. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് BR അംബേദ്കർ. മനുഷ്യനഖം എന്നത് ഒരു പ്രോട്ടീൻ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി അയോർട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. അനാക്കോണ്ട എന്ന ഇനം പാമ്പ് കാണപ്പെടുന്ന വൻകര തെക്കേ അമേരിക്ക. അന്ധർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരൻ ലൂയി ബ്രയൽ. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യത്തെ മാസം ജനുവരി. ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി എവിടെയാണ്? തിരുവനന്തപുരം. ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. BMW കാർ നിർമ്മിക്കുന്നത് ഏത് രാജ്യത്ത്? ജർമ്മനി. ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ബംഗാൾ ഉൾക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത്? 7. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെർക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത്? 42. ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി ലോയിർ. ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതി 1947 ജൂലൈ 18. അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ.
അപകർഷതാബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആൽഫ്രഡ് ആഡ്ലർ. അബിസീനിയ ഇപ്പോൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? എത്യോപ്യ. അഭിധർമ്മ പിടകം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ബുദ്ധതത്ത്വങ്ങളുടെ വിശകലനം. മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടന മാഹി മഹാജനസഭ. അർധാം ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. മട്ടാഞ്ചേരിയിൽ യഹൂദ പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം 1567. അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ. അഞ്ചാമത്തെ വേദം എന്ന് അറിയപ്പെടുന്നത് മഹാഭാരതം. അമാവാസി പൗർണമി ദിവസങ്ങളിലുണ്ടാകുന്ന വേലിയേറ്റം അറിയപ്പെടുന്ന പേര് സ്പ്രിംഗ് ടൈഡ്. മരത്തിൽ ഏറ്റവും വലിയ കൂടുകൂട്ടുന്ന പക്ഷി ബാൾഡ് ഈഗിൾ. അരവിന്ദാശ്രമത്തിലെ അമ്മയുടെ യഥാർത്ഥ പേര് മീര റിച്ചാർഡ്. അരവിന്ദ ഘോഷ് രചിച്ച ഇതിഹാസം സാവിത്രി. അരവിഡു വംശം സ്ഥാപിച്ചത് തിരുമല നായക്. മരിച്ചവരുടെ കുന്ന് കാണപ്പെടുന്ന സിന്ധു സംസ്കാര കേന്ദ്രം മോഹൻജദാരോ. അറബി വ്യാപാരി സുലൈമാൻ്റെ കേരള സന്ദർശനം ഏത് വർഷത്തിൽ? AD 851. ഇന്ത്യ ഇൻ ദ ന്യൂ മില്ലേനിയം എന്ന പുസ്തകം രചിച്ചത് PC അലക്സാണ്ടർ. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് സിഗ്മണ്ട് ഫ്രോയിഡ്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചതാര്? MRB. മറാത്ത മാക്കിയവെല്ലി എന്ന് അറിയപ്പെട്ടത് നാനാ ഫഡ്നവിസ്. മഴവില്ലിൽ നടുക്ക് കാണുന്ന നിറം പച്ച. മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം ചുവപ്പ്. മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം വയലറ്റ്. മഹാഭാരതത്തിൻ്റെ അവസാനത്തെ പർവ്വം സ്വർഗാരോഹണ പർവ്വം. മഹാഭാരതത്തിലെ ഭീമൻ്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന MTയുടെ കൃതി രണ്ടാം ഊഴം. മഹാഭാരത യുദ്ധം എത്ര ദിവസം നീണ്ടുനിന്നു? 18. മഥുര ഏത് നദീതീരത്താണ്? യമുന. ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം സ്പുട്നിക്. ഇത്തിമാദ് ഉദ് ദൗളയുടെ ശവകുടീരം നിർമ്മിച്ചത് നൂർജഹാൻ. ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം ഓപ്പറേഷൻ ശക്തി നടത്തിയത് എപ്പോൾ? 1998 മെയ് 11, 13. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആൻറ്റി ഷിപ്പ് മിസൈൽ ബ്രഹ്മോസ്. രാജ്യത്താദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്ത്? ഇന്ദിരാഗാന്ധി. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ S ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഒമിയാം തടാകം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഉരകങ്ങളില്ലാത്ത വൻകര അന്റാർട്ടിക്ക. ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്നും വേർതിരിക്കുന്ന ചാനൽ 9 ഡിഗ്രി ചാനൽ. എവിടത്തെ സിനിമാ വ്യവസായമാണ് ലോളിവുഡ് എന്ന് അറിയപ്പെടുന്നത്? ലാഹോർ. വിനോദത്തിനായി മറ്റു ജീവികളെ കൊല്ലുന്ന ഏക ജീവി മനുഷ്യൻ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ബുക്ക് റെഡ് ഡാറ്റ ബുക്ക്. 1956 സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ നാസർ. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. സൗത്ത് വെസ്റ്റ് ആഫ്രിക്കയുടെ ഇപ്പോഴത്തെ പേര് നമീബിയ. സൗന്ദര്യമുള്ളതെന്തും ആഹ്ലാദദായകം എന്ന് പറഞ്ഞത് കീറ്റ്സ്. സൗരയൂഥം കണ്ടുപിടിച്ചത് കോപ്പർനിക്കസ്. ഗൗരീഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ്? തെങ്ങ്. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. സ്നെല്ലൻസ് ചാർട്ട് എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു? കാഴ്ചശക്തി. സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് ആരുടെ ആത്മകഥയാണ്? കപിൽ ദേവ്. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. സംഘകാല ജനതയുടെ പ്രധാന ആരാധനാമൂർത്തി മുരുകൻ. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെയാകാം? 60. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യ എത്ര വരെയാകാം? 500. സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ C. രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്.
സ്വതന്ത്ര വിയറ്റ്നാമിൻ്റെ ശില്പി ഹോ ചി മിൻ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം മെക്സിക്കോ. ഹരിതകമുള്ള ഒരു ജന്തു യുഗ്ലീന. ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം ഗതികോർജം. ചാൾസ് എഡ്വേർഡ് ജീനറ്റ് ഏതു പേരിലാണ് പ്രസിദ്ധനായത്? ലീ കർബ്യൂസിയർ. ചാൾസ് ഡാർവിൻ്റെ പര്യവേക്ഷണങ്ങൾക്കുപയോഗിച്ച ആമ ഹാരിയറ്റ്. ചിത്രകൂട്ട് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. കാന്തരിയ മഹാദേവ ക്ഷേത്രം എവിടെയാണ്? ഖജുരാഹോ. കാലുകൊണ്ട് രുചിയറിയുന്ന ജീവി ചിത്രശലഭം. കാളിന്തി എന്ന് പുരാണങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നദി യമുന. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് കൂണി കൾച്ചർ. കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് എന്തിൻ്റെ രൂപാന്തരണമാണ്? രോമം. കിഴക്കിൻ്റെ ഓക്സ്ഫഡ് എന്ന് അറിയപ്പെടുന്നത് പൂനെ. സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാളി വനിത ബാലാമണിയമ്മ. ചിക്കൻ പോക്സിന് കാരണമാകുന്ന രോഗാണു വൈറസ്. ചിലപ്പതികാരത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ കോവലനും കണ്ണകിയും. ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത്? അസ്ഥി മജ്ജയിൽ. ചൗദ്, സർദേശ് മുഖി എന്നീ നികുതികൾ നടപ്പിലാക്കിയ മറാത്ത ഭരണാധികാരി ശിവജി. ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ ആഞ്ചല മെർക്കൽ. ജലത്തിൻ്റെ നഗരം എന്ന് അറിയപ്പെടുന്നത് വെന്നീസ്. ജലദോഷത്തിന് കാരണം വൈറസ്. ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം 1912. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കൽ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ്. ജിന്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? കറാച്ചി. ജിന്നയുടെ ശവകുടീരം എവിടെയാണ്? കറാച്ചി. ജീവശാസ്ത്രത്തിലെ ന്യൂട്ടൺ എന്ന് അറിയപ്പെടുന്നത് ആര്? ചാൾസ് ഡാർവിൻ. പെരിയാറിൽ ഏത് വർഷമുണ്ടായ തുറമുഖമാണ് മുരിസിസ് തുറമുഖത്തിൻ്റെ അധപതനത്തിന് കാരണമായത്? 1341. ഹെർക്കുലിസിൻ്റെ സ്തൂപങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ. ഹെയ്ൻലി നാഷണൽ പാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കോർബറ്റ് നാഷണൽ പാർക്ക്. ടാബ്ലറ്റ് രൂപത്തിൽ വിൽക്കപ്പെടുന്ന ആദ്യത്തെ മരുന്ന് ആസ്പിരിൻ. ചെങ്കിസ്ഥാൻ്റെ യഥാർത്ഥ പേര് തെമൂജിൻ. ചെങ്കടലിനെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കുന്ന തോട് സൂയസ്. ടിപ്പു സുൽത്താൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയൻ. ചൊഗ്വേര ജനിച്ച രാജ്യം അർജന്റീന. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഭാരതീയൻ മഹാത്മാഗാന്ധി. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഗുരു നാനാക്കിൻ്റെ ജീവിത കാലഘട്ടം 1469 മുതൽ 1539 വരെ. കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം വനേഡിയം. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിനു മുമ്പ് ദേശീയ മൃഗം സിംഹം. കടുക്ക, താനിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര് ത്രിഫല. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ്. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദമുളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമ. കണ്ണിൻ്റെ ഏത് ന്യൂനത പരിഹരിക്കാനാണ് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നത്? അസ്റ്റിഗ്മാറ്റിസം. കരയിലെ ഏറ്റവും വലിയ മാംസഭോജി ധ്രുവക്കരടി. കരയിലെ ഏറ്റവും വലിയ സസ്തനി ആഫ്രിക്കൻ ആന. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്ന ചൊവ്വയുടെ ഉപഗ്രഹം ഫോബോസ്. കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി മൂങ്ങ. കവിരാജ എന്ന് അറിയപ്പെട്ടത് സമുദ്രഗുപ്തൻ. കവിരാജമാർഗം രചിച്ചത് അമോഘവർഷൻ. ശകവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി രുദ്രദാമൻ. ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ശിവജിയുടെ വാൾ ഭവാനി. കബ്ബൺ പാർക്ക് എവിടെയാണ്? ബാംഗ്ലൂർ. കീചകവധം രചിച്ചത് ഇരയിമ്മൻ തമ്പി. ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം 1924. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം കിള്ളിക്കുറിശി മംഗലം. കുന്തലത എഴുതപ്പെട്ട വർഷം 1887. കുന്നല കോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചിരുന്ന രാജാവ് കോഴിക്കോട് രാജാവ്. കുമ്മായത്തിൻ്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ശുദ്ധമായ സ്വർണം എത്ര ക്യാരറ്റാണ്? 24.
കൂട് നിർമ്മിക്കുന്ന ഏക പാമ്പ് രാജവെമ്പാല. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങൾ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ. കണ്ണ് വംശത്തിലെ അവസാനത്തെ രാജാവ് സുശർമൻ. ഷിയ മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ കർബല ഏത് രാജ്യത്താണ്? ഇറാഖ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അലി സഹോദരന്മാർ. സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന സ്ഥലം കേപ്പ് ടൗൺ. ഗരീബി ഘടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഗരുഡ ഏത് രാജ്യത്തിൻ്റെ എയർലൈൻസ് ആണ്? ഇന്തോനേഷ്യ. സാമൂതിരിയുടെ നാവികസേനാ മേധാവി കുഞ്ഞാലി മരയ്ക്കാർ. സാമൂതിരിയുടെ മന്ത്രി അറിയപ്പെട്ടിരുന്ന പേര് മങ്ങാട്ടച്ചൻ. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ. സിന്ധു നദീതടാനിവാസികൾ ആരാധിച്ചിരുന്ന പെൺ ദൈവം മാതൃദേവത. ഗുപ്ത വംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഗരുഡൻ. ഗൂർഖകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണ്? നേപ്പാൾ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ. സൂയസ് കനാൽ നിർമ്മിച്ച എഞ്ചിനീയർ ഫെർഡിനാൻഡ് ലെസിബ്സ്. കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ജുഡിത്ത് സുമിൻവ ടുലുക അധികാരമേറ്റു. 32 അംഗരാജ്യങ്ങളുള്ള സൈനിക സഖ്യമായ നാറ്റോ 75-ാം വാർഷികം ബ്രസീലിൽ ആഘോഷിച്ചു. പാരീസ് ഒളിമ്പിക്സിനുള്ള ജൂറി അംഗമായി ജമ്മു കാശ്മീർ സ്വദേശി ബിൽകിസ് മിർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെയ്ഫാലി ബി ശരൺ നിയമിതയായി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അക്വാട്ടിക് സെൻറ്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ചേർത്ത രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. 2024 ഫോബ്സ് ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ലൂയി വിട്ടൺ എന്ന ആഡംബര ഉൽപ്പന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ബെർണാഡ് അർണാൾഡ് 1-ാം സ്ഥാനത്ത്. ഇലോൺ മസ്ക്, ജെഫ് ബേസോൺ എന്നിവരാണ് 2-3 സ്ഥാനങ്ങൾ. ആണവവാഹക ശേഷിയുള്ള പുതിയ തലമുറ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. ഇന്ത്യൻ വംശജനായ പവൻ തവുലരി മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായി. 2024 ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രജ്ഞനായ മൈക്കിൾ തല ഗ്രാൻഡിന്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ദോസ്തി 16. 2024 ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് ശ്രീലങ്ക വേദിയാകും. ലാറ്റിനമേരിക്കൻ ഫുട്ബോൾ ക്ലബ്ബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ഛേത്രി. ഉറുഗ്വേയിലെ കോളോൺ ഫുട്ബോൾ ക്ലബ്ബിനാണ് കളിക്കുന്നത്. പുന്നയൂർകുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക്. പ്രശസ്ത കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രവീന്ദ്രൻ 58 വയസ്സ് അന്തരിച്ചു. പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ 66 വയസ്സ് അന്തരിച്ചു. 2013 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവും ഹിഗ്സ് ബോസോൺ കണത്തിൻ്റെ അതായത് ദൈവകണത്തിൻ്റെ ഉപജ്ഞാതാവുമായ പീറ്റർ ഹിഗ്സ് 94 വയസ്സ് അന്തരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.